ഈ യൂനിസ് ഇതിന്റെ ഉടമ കെട്ടിടത്തിന്റെ ഉടമയൊക്കെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ സമീപ പ്രദേശങ്ങളിൽ നിന്നൊക്കെ മൃതദേഹങ്ങൾ നേരത്തെ കിട്ടിയിരുന്നു. കാരണം ഈ കുത്തൊഴുക്കൊണ്ട് നമുക്ക് എന്തും പറയാം. ഈ വളർത്തു മൃഗങ്ങൾ അവിടെ തൻ്റെ വീട്ടിലില്ലായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ അങ്ങനെ ഒരു ദുരന്തം വരുമ്പോൾ അവിടെ ഏത് രീതിയിലായാലും വന്നടിയാം, എങ്ങനെയായാലും വന്നടിയാം. അതിന് മനുഷ്യനാണോ ഒക്കെ പറയുമ്പോൾ ഇതിന് മുൻപുള്ള ഈ ദുരന്തത്തിന് മുൻപുള്ള ഇവിടുത്തെ ടെറൈനെ കുറിച്ച് ഒന്ന് സൂചിപ്പിക്കാമോ? അതായത് ഈ ഒരു ദുരന്തത്തിന് മുന്നേ നമുക്ക് ഇവിടെ കാണാവുന്ന ഒരു കെട്ടിടങ്ങൾ, ഒരു ചെറിയൊരു ടൗൺഷിപ്പ് എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു മേഖല. അപ്പോൾ ഇവിടെ രണ്ട് മദ്രസ നമ്മൾ കാണുന്നുണ്ട്, രണ്ട് പള്ളി കാണുന്നുണ്ട്, ഇവിടെ ഒരു പാർട്ടി ഓഫീസ് കാണുന്നുണ്ട്. അതിന് താഴെയുള്ള കെട്ടിടങ്ങളാണ് ഈ വ്യാപാരവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കെട്ടിടങ്ങൾ കാണുന്നുണ്ട്, വീടുകളുണ്ട്. അങ്ങനെയുള്ള ഒരു ടെറൈൻ തന്നെയാണ്, ഒരു ഭൂപ്രദേശം തന്നെയാണ് നമുക്ക് കാണുന്നത്. അതിന് സമീപത്തൂടെ ഒരു നീരൊഴുക്കുള്ള ഒരു മേഖല ഉണ്ട്. ഒരു മലയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം, ഒരുപാട് വീടുകൾ അവിടെയുണ്ട്. ഈ രണ്ട് മലയുടെ ഇടുക്കിലായി ഒരു മധ്യഭാഗത്ത് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ ഉള്ള ഒരു പ്രദേശമാണ്. ഇപ്പോൾ നമുക്ക് വലിയ രീതിയിലൊരു മാറ്റം നമുക്ക് എന്തായാലും വരും പ്രതീക്ഷ. നമുക്ക് ഇതിൽ തീർച്ചയായും അരുണ്, ഈ എന്തായാലും നമുക്ക് ചില പ്രതീക്ഷകൾ ഈ 4-ാം ദിവസത്തെ തിരച്ചിലിന് ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പോൾ ഇനി ഏതെങ്കിലും തരത്തിലുള്ള നമുക്ക് ജീവന്റെ തുടിപ്പ് തേടിയുള്ള കാത്തിരിപ്പാണ്. മറ്റ് സജ്ജീകരണങ്ങളെല്ലാം മെഡിക്കൽ ടീം, പിന്നെ ഈ ഇരുൾ മാറിക്കഴിഞ്ഞാൽ പിന്നീട് ഉപയോഗിക്കാനുള്ള സംവിധാനം. കാരണം ഈ വേലി പാലം നിർമ്മാണത്തിന് ശേഷം എന്തായാലും അത്യാധുനിക സാധനങ്ങളൊക്കെ അവിടേക്ക് എത്തിക്കാൻ കഴിയുമല്ലോ. അങ്ങനെ വെളിച്ചം പോകാതിരിക്കാനും ദൗത്യം തുടരാനും ഒക്കെയുള്ള മാർഗങ്ങൾ. പ്രതീക്ഷ, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വേലിപ്പാല നിർമ്മാണം കാരണം ഏറ്റവും അത്യാധുനിക യന്ത്രങ്ങളൊക്കെ ഇവിടേക്ക് എത്തിയിരിക്കുന്നു. നമുക്ക് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ട് ഈ ദിവസങ്ങളിൽ. കാരണം എന്തെല്ലാം യന്ത്രങ്ങൾ അനിവാര്യമാണെങ്കിൽ അത് എത്തിക്കാം. കൂടുതൽ സേന വേണമെങ്കിൽ, സൈന്യം വേണമെങ്കിൽ അവരെത്താം. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമുക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഇപ്പോൾ ഉണ്ടാകുന്ന രണ്ട് സാധ്യതകൾ ഞാൻ പറയുകയാണെങ്കിൽ കാലാവസ്ഥ, ഈ സമയവുമായിരിക്കും. സമയം ഇരുളുന്നതിന് മുൻപ് തന്നെ നമുക്ക് ആ സൂചന ലഭിച്ച സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റിയാൽ അത് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാകും. അപ്പോൾ ഈ ബെയിലി പാലം വഴിയുള്ള ഇറ്റാച്ചികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരു യന്ത്രം മാത്രമേ അവിടേക്ക് ഇറക്കേണ്ട അനിവാര്യത ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഒരു ഇറ്റാച്ചി വെച്ച് മാത്രം ചെയ്യുന്നത്. 5-6 യന്ത്രങ്ങൾ സജ്ജീകരിച്ച് അവിടെ നിർത്തിയിട്ടുണ്ട്. സൈന്യത്തിന്റെ കൂടുതൽ സേനയെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. NDRF ഉണ്ട്. അത്തരത്തിലുള്ള തടസ്സങ്ങളൊന്നും നമ്മുടെ മുന്നിലില്ല. എന്തെങ്കിലും സൂചന ലഭിച്ചാൽ നമുക്ക് അതിനു വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും നിലവിലുണ്ട് എന്നുള്ളതാണ്. നിലവിലെ പ്രതിസന്ധി ഈ കാലാവസ്ഥയായി വരാനുള്ള സാധ്യത. നിലവിൽ മഴ മാറി നിൽക്കുന്നു. ഈ ഒരു ഓപ്പറേഷൻ തുടങ്ങിയതിനു ശേഷം, ഈ ഒരു സിഗ്നൽ ലഭിച്ചതിന് ശേഷം പിന്നെ മഴ പെയ്തിട്ടേ ഇല്ല എന്നുള്ളത് നിലവിൽ ആശ്വാസകരമായ ഒരു കാര്യം. ഒപ്പം തന്നെ ഇരുളണയുന്നതിന് മുൻപ് തന്നെ എന്തെങ്കിലും ഒരു സൂചന ലഭിച്ചാൽ നമുക്കത് ഏറ്റവും പ്രതീക്ഷയുള്ള കാര്യമാവും. ഇനി ഇരുളണഞ്ഞാലും നമ്മൾ ഏതെങ്കിലും തരത്തിൽ അവിടെ തിരച്ചിൽ തുടരുമോ, അപ്പോൾ വെളിച്ചം ഉപയോഗിച്ച് എന്തെങ്കിലും തിരച്ചിൽ അരുൺ, അവിടെ നമുക്ക് മുൻ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ തിരച്ചിൽ രാത്രി അതിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് നിർത്തി വെക്കേണ്ടി വന്നു. പക്ഷേ ഇപ്പോൾ ഒരു തുടിപ്പാണ്, ജീവന്റെ തുടിപ്പ് തേടുമ്പോൾ തീർച്ചയായും അതിനൊരു സമയക്രമം അല്ലെങ്കിൽ ഒരു ഇടവേള നമുക്ക് എടുക്കാൻ കഴിയില്ല, മുറിഞ്ഞു പോകാൻ കഴിയില്ല, അല്ലേ? അതെ, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇടവേള ഇല്ലാതെ തന്നെ തിരയുക. അപ്പോൾ അതിനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നുള്ളത് അത് വ്യക്തമാക്കേണ്ടത് ഈ സിഗ്നൽ നൽകുന്ന ശാസ്ത്രജ്ഞർക്ക് വലിയ പങ്കുണ്ട്. അവർ നൽകുന്ന അനുമാനങ്ങളാണ് ഇപ്പോൾ സേനയുടെ ആശ്രയം, ഈ NDRFന്റെ ഒക്കെ ആശ്രയം. കാരണം അവർ ഈ സിഗ്നൽ, ഈ യന്ത്രത്തിന്റെ സഹായം തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഡ്രോൺ നിരീക്ഷണമുണ്ട്. ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ച് എന്താണ് അവിടെയുള്ള സാധ്യത എന്ന് വിലയിരുത്തുകയാണ് ഈ സൈന്യവും ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായ ഈ ഒരു സമയത്തിന് മുന്നേ നമുക്ക് ഒരു സൂചന ലഭിച്ചാൽ ശരി അരുൺ, എന്തായാലും പുതിയ അപ്ഡേഷൻസ് തേടുക.